ഇന്ത്യൻ ടീമിൽ പുതിയൊരു പേര് ആർത്തലയ്ക്കുകയാണ്. സർഫറാസ് ഖാൻ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 34 കളികളിൽ നിന്ന് 84.42 ശരാശരിയിൽ 3377 റൺസ് നേടിയ ഒരു താരത്തിന് മുന്നിൽ ഇന്ത്യൻ ടീമിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ വർഷങ്ങൾ വേണ്ടി വന്നിരുന്നു. കണക്കുകളിൽ സർഫറാസിനേക്കാൾ ബഹുദൂരം പിന്നിലായവർ പോലും ദേശീയ ടീമിന്റെ ഭാഗമായപ്പോൾ കാഴ്ചക്കാരന്റെ റോൾ മാത്രമായിരുന്നു സർഫറാസിന്. മകനെ ദേശീയ ടീമിൽ കാണണമെന്ന സ്വപ്നം നൌഷാദിന്റെ ഉള്ളിൽ കയറിയത് സർഫറാസിന്റെ മികവ് കുഞ്ഞുനാളിലെ കണ്ടെത്തിയത് മുതലാണ്. സർഫറാസിന്റെ പിതാവാണ് നൌഷാദ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ എല്ലാ സന്തോഷവും സർഫറാസിനെ വാരിപ്പുണർന്നപ്പോൾ ടെസ്റ്റ് ദിനത്തിൽ പൊടിഞ്ഞ ആ കണ്ണീരിലുണ്ടായിരുന്നു. ക്രിക്കറ്റ് എന്ന 3 വാക്കിൽ ഒതുങ്ങുന്നതാണ് സർഫറാസിന്റെ കുടുംബം. അടിമുടിയൊരു ക്രിക്കറ്റ് കുടുംബം എന്ന് തന്നെ പറയാം. നൌഷാദ് എന്ന പരിശീലകന്റെ ഉലയിൽ ഊതിക്കാച്ചിയെടുത്ത 2 യുവ പ്രതിഭകളിൽ ഒന്നാണ് സർഫറാസ്. മറ്റൊന്ന് സഹോദരൻ മുഷീർ ഖാൻ. കരുത്തൻ എന്ന പേര് തന്നെയാണ് സർഫറാസിന് അനുയോജ്യമായത്. എതിരാളികളെ ഒറ്റയ്ക്ക് വിഴുങ്ങാൻ പ്രാപ്തനാണ് താരം. ഫസ്റ്റ് ക്ലാസ്സിൽ നേടിയ 13 സെഞ്ചുറികളിൽ 8 എണ്ണവും 150 റൺസിന് മുകളിൽ കടന്നു. പലപ്പോഴും സ്ട്രൈക്ക് റേറ്റ് 80-90 റേഞ്ചിലുമായിരുന്നു. അതിന്റെ ഗ്ലിംസ് 2 ദിവസങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിനെതിരെയും പ്രത്യക്ഷമായെന്ന് പറയാം. രോഹിത്തിനെ പുറത്താക്കി കളിയിലേക്ക് തിരിച്ചു വരാമെന്ന് ഇംഗ്ലണ്ട് പ്രതീക്ഷ വച്ചിരുന്ന സമയത്താണ് ക്രീസിലേക്ക് സർഫറാസ് ലാൻഡ് ചെയ്യുന്നത്. ബാറ്റിംഗ് പരവതാനിയായ രാജ്കോട്ടിലെ വിക്കറ്റിൽ അവസരം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി തെളിയിച്ചു സർഫറാസ്. അത് ജഡേജയുമായുള്ള കൂട്ടുകെട്ടിലെ സർഫറാസിന്റെ സംഭാവന പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. 77 റൺസ് കൂട്ടുകെട്ടിൽ 62 റൺസും പിറന്നത് സർഫറാസിന്റെ ബാറ്റിൽ നിന്നായിരുന്നു. ഏകദേശം 80% സ്ലോ വിക്കറ്റിൽ സ്പിന്നർമാർക്ക് ആനുകൂല്യം ലഭിക്കാൻ ആരംഭിച്ചപ്പോഴാണ് സർഫറാസിന്റെ റിസ്ക് വർക്ക് പ്രകടമായത്. ടോം ഹാർട്ട്ലിയും റോഹൻ അഹമ്മദും പലതവണ ബൗണ്ടറി വരെ കടന്നു. നല്ല പന്തുകളെ പ്രതിരോധിച്ചും മോശം പന്തുകളെ ശിക്ഷിച്ചുമായിരുന്നു ഇന്നിംഗ്സിന് സർഫറാസ് കരുത്തുപാകിയത്. മാർക്ക് വുഡിന്റെ പേസും ബൗൺസും നിറഞ്ഞ പന്തുകളെ ക്ഷമയോടെ നേരിട്ടു. ലീവ് ചെയ്തും ഡിഫൻഡ് ചെയ്തും അപകടം ഒഴിവാക്കി. അനായാസം 3 അക്കത്തിലേക്ക് കുതിക്കുന്നു എന്ന് തോന്നിച്ചപ്പോഴാണ് ജഡേജയുടെ സെഞ്ചുറി ശ്രമത്തിനിടെ സർഫറാസ് വഴിയിൽ വീണത്. 66 പന്തുകൾ നീണ്ടുനിന്ന ഇന്നിംഗ്സിൽ നേടിയത് 62 റൺസ്. 9 4ഉം 1 6ഉമായിരുന്നു സമ്പാദ്യം. സർഫറാസ് പുറത്തായതിനു പിന്നാലെയുള്ള രോഹിത്തിന്റെ അമർഷം ഓരോ ക്രിക്കറ്റ് ആരാധകരുടേതും കൂടിയായിരുന്നു. നിർഭാഗ്യം എന്ന തലക്കെട്ട് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സർഫറാസിന് ലഭിച്ചു. ഒരുപക്ഷെ വിരാട് കോഹ്ലിയും KL രാഹുലും ഒക്കെ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കേണ്ടി വന്നേക്കാം ഈ 26-കാരന്. പക്ഷെ മധ്യനിരയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കെൽപ്പുള്ള താരമെന്ന സർഫറാസ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 82ാം ഓവറിലായിരുന്നു കളിയുടെ ഗതിക്ക് വിപരീതമായുള്ള താരത്തിന്റെ അപ്രതീക്ഷിത പുറത്താവൽ. സർഫറാസിന്റെ ഈ പുറത്താവലിന് യഥാർത്ഥ കാരണം ബാറ്റിംഗ് പങ്കാളിയായ രവീന്ദ്ര ജഡേജയുടെ അശ്രദ്ധ മാത്രമാണ്. ജെയിംസ് ആൻഡേഴ്സൺ എറിഞ്ഞ ഓവറിലെ 5ാമത്തെ ബോൾ നേരിട്ടത് ജഡേജയായിരുന്നു. അപ്പോൾ അദ്ദേഹം 99 റൺസ് എടുത്തിരുന്നു. ഷോട്ട് കളിച്ച ശേഷം ആദ്യം സിംഗിളിന് ജഡേജ യെസ് പറഞ്ഞതോടെ സർഫറാസും പ്രതികരിച്ചു. പക്ഷെ അല്പം മുന്നോട്ട് വന്ന ശേഷം ജഡേജ പിന്മാറുകയായിരുന്നു. ഇത് കണ്ട് ഞെട്ടിയ സർഫറാസ് തിരിഞ്ഞ് തന്റെ എൻഡിലേക്ക് ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും മാർക്ക് വുഡിന്റെ നേരിട്ടുള്ള ത്രോ സ്റ്റംപുകളിൽ പതിച്ചിരുന്നു. ജഡേജയുടെ മുഖത്തേക്ക് നിരാശയോടെ നോക്കി സർഫറാസിന് ക്രീസ് വിടേണ്ടി വരികയും ചെയ്തിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിന്റെ റൺ മെഷീനാണ് സർഫറാസ്. സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഇന്ത്യൻ ടീമിന്റെ വാതിലിൽ മുട്ടുകയാണ് താരം. പക്ഷേ സർഫറാസ് നിരന്തരം അവഗണിക്കപ്പെടുകയായിരുന്നു. ഒടുവിൽ ഇംഗ്ലണ്ടുമായുള്ള ഈ പരമ്പരയിൽ താരത്തിന്റെ സമയവും തെളിഞ്ഞു. കഴിഞ്ഞ ടെസ്റ്റിൽ അവസരം കിട്ടിയില്ലെങ്കിലും 3ാം ടെസ്റ്റിൽ ശ്രേയസ് അയ്യർക്ക് പകരം സർഫറാസിനെ ഇന്ത്യ പരീക്ഷിക്കുകയായിരുന്നു. ഇത്രയും നാൾ തന്നെ അവഗണിച്ച BCCIക്കും സെലക്ടർമാർക്കും ബാറ്റ് കൊണ്ട് മറുപടി നൽകാൻ സർഫറാസിന് സാധിക്കുകയും ചെയ്തു.